ഫോർട്ട് കൊച്ചിയിൽ ചീനവല വലിക്കുന്നതിനിടെ തട്ട് തകർന്ന് 7 വിദേശികൾ അഴിമുഖത്തേക്ക് വീണു. ഇവരെ ഓടിക്കൂടിയ നാട്ടുകാരെ രക്ഷപ്പെടുത്തി. വിദേശികളുടെ ബാഗുകളൊക്കെ നഷ്ടപ്പെട്ടു. മറ്റ് പരിക്കുകളൊന്നും ആർക്കും സംഭവിച്ചില്ല എന്നത് ആശ്വാസമാണ്. സ്ഥലത്തു നിന്നും അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടി കൂടിയുള്ള ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെയെങ്കിൽ അതിൻ്റെ അത് സുരക്ഷിതമാണോ എന്നൊക്കെ ഉറപ്പുവരുത്തി കൊണ്ടു നടക്കേണ്ട ഒരു ബാധ്യത അതിൻ്റെ നടത്തിപ്പുകാർക്കുണ്ടല്ലോ. അങ്ങനെ ഒരു അശ്രദ്ധ കൂടി സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ചീനവലയുടെ തട്ട് തകർന്നാണ് 7 വിദേശ വിനോദസഞ്ചാരികൾ വെള്ളത്തിൽ വീണത്. ഏകദേശം ഒരു 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. സാധാരണഗതിയിൽ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഒരു ആകർഷണമാണ് ഈ ചീനവല എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ ചീനവല വലിക്കാൻ കൂടെ കൂടും. അങ്ങനെയാണ് ജർമ്മൻ സ്വദേശികളായ 7 വിനോദസഞ്ചാരികളുടെ അവരോട് എത്തുകയും ചീനവല വലിക്കാനും കൂടെ കൂടിയത്. തൊഴിലാളികളോടൊപ്പം കൂടുകയായിരുന്നു. അതിനിടയിലാണ് അതിൻ്റെ തട്ട് തകർന്ന് അവർ താഴേക്ക് വീണത്. പക്ഷേ താഴേക്ക് വീണപ്പോൾ തന്നെ ചുറ്റുമുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഓടിക്കൂടി വേഗം തന്നെ അവരെ രക്ഷപ്പെടുത്തി. കാര്യമായ പരിക്കുകളൊന്നുമില്ല. ശരീരത്തിൽ ചെറിയ പോറലുകൾ ഏറ്റിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും പക്ഷേ ഇത് ഈ ദുർബലമായ അവസ്ഥയിലാണ് ഇതുള്ളത് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അക്കാര്യത്തിൽ എന്തെങ്കിലും അധികൃതരുടെ ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ കച്ചവടക്കാരൊക്കെയാണ് ഈ വെള്ളത്തിൽ വീണ. അപ്പോസിറ്റ് ഇതരി था? नहीं, मैं तो नहीं था इधर. मैं वो आधा घंटा बाद आया हूँ. आज मेरे को लेट हो गया आने में, तो मैं 12 बजे इधर आया. लोग आता है ना? हाँ, देखने के लिए आता है, बहुत लोग आता है. हम लोग लेट से आए. ഇവിടെ അങ്ങനെ ഒരുപാട് ഹിന്ദിക്കാരായിട്ടുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ കൂടിയാണ് ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ വീണ വിനോദസഞ്ചാരികളൊക്കെ രക്ഷപ്പെടുത്തത്. ചേട്ടാ, എന്തായാലും സംഭവിച്ചത് ആ സമയം? ഇവിടെ കുറച്ച് പേര് കയറിയിട്ടുണ്ടായിരുന്നു. ഫോറിനേഴ്സ് എല്ലാം കയറി. പിന്നെ ഇത് വലിക്കണത് ഒരു സിസ്റ്റമുണ്ട്. ആ വലിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കേൾക്കണത് ഒച്ചയാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ ഒച്ച. പിന്നെ ആൾക്കാർ ബഹളമായി ഓടി. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ രക്ഷപ്പെടുത്തി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് കൂടി. ഇവിടുത്തെ ആൾക്കാർ തന്നെ വന്ന് കൂടി എല്ലാവരും പൊക്കിയെടുത്ത്. ഒരു 5-6 പേര് വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട് ഫോറിനേഴ്സ്. എല്ലാവരും രക്ഷപ്പെട്ട് ഇവിടെ ഇരുത്തി. വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും അങ്ങനെ ആൾക്കാർ ഈ വിനോദസഞ്ചാരികൾ വന്ന് ഈ വലവലിക്കാൻ കൂടുതലില്ല. കാണാൻ വേണ്ടി കയറും. പിന്നെ കണ്ടിട്ട് അവർ ഇറങ്ങും. ഇങ്ങനെ ദുർബലാവസ്ഥയിലാണെന്നുള്ളതാണല്ലോ അത് വ്യക്തമാക്കുന്നത്. അത് എന്താ സംഭവിച്ചത്? ഇതിന്റെ തട്ട് അതെനിക്കറിയാം. കാരണം ലോഡ് കൂടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. ഇതിന് നടത്തിപ്പുകാരൊക്കെ ആരാ? ഉണ്ട് ടീമുകൾ തന്നെ. കോർപ്പറേഷന്റെ മേൽനോട്ടം ഉണ്ടോ? കോർപ്പറേഷൻ്റെ ഉണ്ടാവും തോന്നുന്നു. ഉണ്ടെന്നാണ് അറിവ്. കാരണം കോർപ്പറേഷൻ ഇതിലേക്ക് തന്നെയാണ് ഇത് നിലനിർത്തിക്കൊണ്ട് പോകണത് വരെ. പിന്നെ കൂടുതൽ വിവരങ്ങളുണ്ട്, അവിടെ ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് അവർ കയറ് കെട്ടിയിരിക്കുകയാണ്. അങ്ങോട്ട് ആരെയും കയറ്റുന്നില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഒരു ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ടാവും ഇങ്ങനെ ആളുകളൊക്കെ കൊണ്ടുവന്ന്. അതൊരു കൊച്ചിയുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റിയായി കരുതുന്ന ഒരു കാര്യം കൂടിയാണ് ചീനവലയും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അപ്പോൾ അത് നന്നായി നോക്കി നടത്തണം എന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ ആൾ കൂടിപ്പോയതൊക്കെ ആകാം. എന്തായാലും ഇനി അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടാകട്ടെ. ഇനി അത്ര അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ.